സർവേഭ്യോ നമഃ. വിശ്വപ്രസിദ്ധം മലയാള കഥാപ്രസംഗ ഭവതി ചിലപ്പതികാരः മമ സംസ്കൃത അധ്യാപകേന വിവർത്തനം കൃതം ചമ്പൂ പ്രഭാഷണം അഹമത്ര അവതരയാമി. ഭോ മിത്രാണി, ചിലപ്പതികാരः ഇതി വിശ്രുത ഗ്രന്ഥസ്യ മതപ്രവഹിത കഥാ ഖണ്ഡഗിരി ഇതി വർഷാദപൂർവം പ്രചലിതായം കഥാ ചോളദേശസ്യ കാവേരി ഇതി പുഷ്പിത നഗരം പ്രസിദ്ധാനാം പ്രമുഖാനാം വിശ്രുത നഗരം. തസ്യ നഗരസ്യ വാണിക ശ്രേഷ്ഠഃ ഭവതി കോവലഃ. സഃ ന കേവലം ധനികഃ അപിതു ദേവരൂപനായകഃ കാമകോമളഃ അഖണ്ഡലാദ് ആഗതഃ ഇന്ദ്രതുല്യഃ ലോകസുസ്ത്യർഹവാൻ കീർത്തിമാനുയം സർവഗുണസമ്പന്നഃ കോവലോ നമഃ. സർവസൗഭാഗ്യസമ്മിശ്രസ്യ അസ്യ കോവലസ്യ പ്രിയപത്നി ഭവതി ഖണ്ഡഗി ഇതി മാതൃകാപരത്വേന സ്വജീവിതം ആഹ്ലാദചിത്തേന അടേതാം സുന്ദരി സുശീലാം ച താം സഹൈതം പ്രഥമതയാ ആണ്ഡവമന്ദിരേ ദൃഷ്ടവാൻ അസുലഭനിമിഷോ ഭൂയോ ഭൂയോ തൗ സ്മർത്തവ്യോ ഭവതഃ. ശ്രീസവിതോ പ്രാർത്ഥനീയ സുന്ദരാംഗീ പ്രഭകമലേ ശുഭവരദേ കോമളാംഗീ കനകമയോ കിരണമോ അംബുജാക്ഷി മമ ഹൃദയേ തവ സദനേ പ്രഫുല്ലിതോസ്മി. ഖണ്ഡഗി ത്വം കളത്രരൂപേണ ലഭ്യേ മമ ജീവനസ്യ പൂർവജന്മ സുഹൃതോസ്തി തദ്വത്തോ വിനാ മമ ജീവനമപി നാസ്തി ഏവ. തത് ശ്രുത്വാ തസ്യാഹ മുഖേ ഇന്ദോഹ കിരണം ശോഭനേ ദിനരാത്രാണി പര്യവസ്തം ഏവ. അമ്പക്ഷേത്രേ ആഷാഢദിനം ആരംഭതേ സർവത്ര ജനപ്രവാഹം. ജനാഃ സർവേ ആഹ്ലാദചിത്തമനസാ പ്രശോഭിതാഃ. സർവേഷാം ആചാരാനുഷ്ഠാനാനാം പുരതഃ കോവലഹേവ ആസീത്. തത്ര നൃത്തേ ആരംഭതേ ഉച്ചകേ ജനസമക്ഷേ മാധവീ ആസീത് നർത്തകീതി ചാരുമണ്യ മാധവ്യ ബിന്ദൂര കനകമയോ വിഭൂഷയ സ ദീപാഃ പരിപ്രശോഭിത സമയേ നൃത്യതി നൃത്യതീയം നാരി. സർവേഷാം പുരുഷാണാം മാധവി നൃത്താവസരേ സ്വർഗലോക സുന്ദരീ വിഭ പ്രകൃതേ കമല ആനന്ദം ജനയതി സ്മ. പരിജനാഃ സർവേ സഹസ്രദള സംക്ഷോഭിത മനാംസി ചാസൻ. യഥാ മാധവി നൃത്ത പര്യവസതി തഥാ ജനാനാ ഹൃദയ അന്ധകാരോ അഭൂഷേ. സാധുമുദ്രയാ നർത്തകി മാധവി ദൈവത്തെ പ്രതിനിവർത്തയതി സ്മ. മായാ പ്രപഞ്ചായം സംസാരേ കോവലഃ മായികാരൂപണ്യ മാധവ്യ പ്രവിത മനസാ സർവം വിസ്മൃത്യ തേനാപി തത്രേന നൈവത്യം ഗതവാൻ. നൈവത്യെ പരിദൃഷ്ട്യ കോവലേന മന്ദസ്മിത മനസാ പുഷ്പിതാഗ്രഹൃത്യ ച മാധവി. തദാനീം സഹസ്രേവ കോവലഃ സ്വസ്യ രത്നഹാരോപഹാരരൂപേണ ദദതേ. മന്ദഹാസരൂപണ്യ പരിദൃഷ്ട്യ ഹൃദയേശസ്യ തസ്യ കോവലസ്യ ഉപഹൃതിഃ മാധവി കമലഹസ്തേ അഗ്രഹീതി ച. ഏവം പരസ്പരവിധഃ അനുരാഗഃ സംജാതഃ. സ നൃത്യസന്ധ്യ ഏവ ആസീത് കോവലസ്യ ജീവനസ്യ പ്രമുഖ വിദീർണോ ദിനഃ. തസ്മാത് പ്രവൃത്തി കോവലഃ കർണഗീ പ്രതി ക്രോധഃ സംവർത്തതേ. ക്രോധാകുലസ്യ തസ്യ കോവലസ്യ പാദയോഃ അഭിവൃത്തി. കർണഗീ ഏവം അവദത് അഹം കിം ദുഷ്കൃത്യം മമ പ്രാണേശം ഭർത്താരം അകരോത്. കൃപയാ വദതു ഭവാൻ, കൃപയാ വദതു ഭവാൻ, കൃപയാ യഥാമതീഃ മമ അപരാധഃ ക്ഷമ്യതാം. കുപിതേന കോവലഃ താമിത്തം ശശാവാഹ. ഹോ ശുഷ്കതഃ യച്ഛനുമാം പുരതഃ. തോയാഹം ലജ്ജിതഃ ഉത്സരവഹി ഭൂതരേ മാധവി തുമഹ്യം സ്വർഗകാമിനീ. സാമനുഹരി തസ്യാഹ പ്രത്യക്ഷഗന്ധു ജന്മജന്മാന്തരത്വമേവ കണ്ണഗീ ഭവ. ജന്മജന്മാന്തരത്വമേവ കണ്ണഗീ ഭവ. പരിച്ഛിന്ന മാനസാമപി സഹതാ താസയതി പഞ്ചയതി പ്രമാദയതി ചേതതി സാസുഭക്തി കണ്ണഗി. സുപ്രിയ പ്രാണേശ വർത്താരം
इति भारतस्यैव विख्यातो नाम सविशेषता नूना श्रियाः न अबला अशक्ययुक्ताः असाधु जन्मस्य किन्तु ग्रहजीवनस्य सम्परिपुष्टिर्थमेव कण्णगीतं करणीया इति कण्णगी एव जीवितामपि कोवलः तस्य नागलः माधवे सन्निधौ आसीत् सः विभ्रान्त्य क्रीडालोलतत्परः प्रणयपूदरे स्थित्वा कामकोकिलसदृशरिमितवन्तौ सर्वं विस्मृत्य सः सर्वदेनानि दत्त्वा प्रेमकामं एव लिप्तुमिच्छया कोवला माधवीह मायाविभ्रमे पतितवान् कोवलः सा किं वैशिकवि तत्सर्वं तस्य सावकाशे पादयोर्मध्ये समर्पयति स्म सरससुन्दर्या माधव्या मायाविलासेन तयोः कण्णगी कोवलः मितः सम्बन्धः स्वजीवन च शिथिलीभूतम् सर्वदनं कोवलस्य माधव्याः पुरतः इदं तदागतानीत्योर्व्यवहारे विन्यात्मकम् उदास्य पुज्जहासेन तया माधव्या इत्थं परिहासनमासीत् किञ्चित्त्वं दुष्टहृदयः तस्य दैवज्ञं स्यात् इदानीं मम धनं तत् सर्वं दरिद्रः तु मामुपेक्ष्य मनसा निजभ्रान्तरूपे चतुष्पदे विहरति साधु अधमूढमार्ग तव पूर्णपादे कश्चित् दारूपि नास्ति अधमूढमार्ग तव पूर्णपादे कश्चित् दारूपि नास्ति तत्र रात्रौ विदुःखितया कण्णगी दीपप्रभामयनं पर्यन्वेषितं जीवेन बहिः पादयोः शब्दः को तत्र को इति प्रश्नमनुगतया कण्णगी जालकादोरे अवशेत् तस्य हृदयप्रवेशकः कोवलः कण्णगी सर्वं विस्मृत्य आयतु भवान् आयतु उपविशेत् आह्लादचित्तमनसा स्वीचकार मामा कदनेन प्राणोत्तमः जीवनक्लेशमायति परिभ्रमति परिहसति च अयमलमिदं सन्तापेन सन्तापदुःखपूर्ण कोवलः मम संस्कन्दनम् अपहृत्य माधव्य जीवनगतोपायमेकोऽपि नास्तीव इति श्रुत्वा कण्णगी एव वदति मङ्गल्यवेलेऽस्मिन् तादपरिविष्टा सुवर्णनूपुरायं स्वीकरोतु लोकीयमूल्यानां रत्नजालादीन मञ्जीरसिञ्चिदानि सुन्नतो भवान् मञ्जीरसिञ्चिदानि सुन्नतो भवान् सा कण्णगी तस्याः पिता समानः स्वर्णपादुषम् अभवत् प्रपञ्चे अमूल्यानां रत्नानां सम्मिश्रमेव अन्यमञ्जिरं निर्म्यति कण्णग्या अन्यवे इति ईषत् श्वः एव कोवलः स्वर्णपादुषाग्रहीतुं मधुरावत्या आगमत् नगरस्य अस्य सुप्रसिद्धरत्नवाणिज्यं नगरवीरपेरुन्तट्टालिदेदं दृष्टवान् तदानीं रक्तवाणिकः मया नियुक्तं पादुषां स्वीकृत्य अन्तर्कक्षां प्रति आगच्छत् शीघ्रं तत्र अश्यान् तस्य वाणिज्यस्य पुरतः तस्मात् राजपडा बहिरागत्वा कोवलवद्य इत्थम् आक्रोशयति महाराज्ञे स्वर्णपादुषं चोरयति चोर त्वम् आगच्छ राजसभां प्रति शीघ्रं मारयति चोरमिति मधुरानिवासी मधुरापुरीः कोवलस्य वशशिक्षा आसीत् कोवलस्य शिरः राजशासनं तत्र भूमो अवदत् क्रोधेन कण्णगी कोवलस्य रक्तम् अभूषयत् मधुरापुरी राजानं दृष्ट्वा क्रोधेन अवदत् अधिकारमत्तेन लोसन्तं राजा अपराधी मम कान्ता चिरश्चेदवर्षस्य रुधिरस्तव साक्षी अज्ञात सत्यं श्रूयेताम् हंकारेण संशोभितः वन्यवा त्वम् अपराधी वा मम हन्ता राजानं प्रतिराश्य स्वर्णपादुषः सम्मिश्रपादुषं प्रदर्शित्वा तव राज्ञोः पादुषः रत्नेन निर्मितं वा रजतेन निर्मितं वा दुराचार रजतमेव इति राजा प्रत्युत्तरम् अवदत् तरसा एव